നമ്മുടെ ഭാരതം ലോകത്തുള്ള വിവിധ പ്രത്യേക ശാസ്ത്രങ്ങളുടെ ഒരു പരീക്ഷണശാലയായിരുന്നു. അധിനിവേശ ശക്തികൾ നമ്മുടെ രാജ്യത്തെ അടക്കി ഭരിക്കുവാനിടയായി തീർന്നു. അതുമാത്രമല്ല, ലോകമെമ്പാടും ഒരു പ്രത്യേക ശാസ്ത്രം ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദിമഘട്ടത്തിൽ ശക്തമായി സ്വാധീനം ചെലുത്തി. എന്നാൽ അത് കാലഹരണപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ത്യയിലും ഇത്തരം പ്രത്യേക ശാസ്ത്രങ്ങളൊക്കെ തന്നെ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ തകർന്നടിഞ്ഞപ്പോഴും ഗാന്ധിയൻ ചിന്തകൾ ഇന്നും പ്രസക്തമായി നമ്മുടെ മധ്യത്തിലുണ്ട്. അതാർക്കും മായ്ച്ചു കളയുവാൻ സാധിക്കാതെ വണ്ണം ഭാരതത്തിൻ്റെ ആത്മാവിൽ അന്തർലീനമായിരിക്കുന്ന വലിയൊരു ചിന്തയാണ് ഗാന്ധിയൻ ചിന്തകൾ. ആ ഗാന്ധിയൻ സംസ്കാരത്തിൽ ഉടലെടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ഭാരതത്തിലൊരു സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ഭാരതത്തെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലോ അതിൻ്റെ മാനദണ്ഡത്തിലോ ഒരിക്കലും ഇവിടെയുള്ള ഉച്ചനീചത്വങ്ങളെ മാറ്റി ഒരു സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കില്ല. അതൊക്കെ പരീക്ഷിച്ചതാണ് ലോകമെമ്പാടും. പക്ഷേ ഭാരതം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് വിവിധ ജാതി മത സംഘടനകൾ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യ പിന്നോക്കാവസ്ഥ മനസ്സിലാക്കാതെ ഒരു സംവരണ ആനുകൂല്യങ്ങൾക്കും ഇവിടെ പ്രസക്തിയില്ല എന്ന് ഞാൻ ഈ സമയത്ത് പറഞ്ഞുകൊള്ളട്ടെ. 1990-കളിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുവാനായി ഇറങ്ങിത്തിരിച്ച ഭാരതത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി വി പി സിംഗ് ഒരു രാഷ്ട്രീയ അവസാനത്തിലേക്ക് തൻ്റെ ജീവിതത്തെ മാറ്റുവാനായിട്ട് ഇടയായി തീർന്നത് അത്തരമൊരു ചുവടുവയ്പ് മുന്നോട്ട് വെച്ചതിൻ്റെ വെളിച്ചത്തിലാണ്. അവിടെ ഉള്ള മതസംഘടനകളും അതുപോലെ തന്നെ രാഷ്ട്രീയ ശക്തികളും എല്ലാം ഒന്നിച്ചു ചേർന്നുകൊണ്ട് അതിനെ എതിർക്കുവാനായിട്ട് ശ്രമിച്ചു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു, ഭാരതത്തിൻ്റെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ സാമ്പത്തിക പിന്നോക്കാവസ്ഥയല്ല മാനദണ്ഡമാകേണ്ടത്, സാമൂഹ്യ പിന്നോക്കാവസ്ഥയാണ്. കാരണം സാമൂഹ്യ പിന്നോക്കാവസ്ഥ നമ്മുടെ സംസ്കാരത്തോട് ഇഴകിച്ചേർന്ന ഒന്നാണ്. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ മാത്രമേ നമ്മുടെ രാജ്യത്തൊരു നീതി അവർക്ക് നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. 22% വരുന്ന പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള സംവരണം ഒരു വശത്ത് നിൽക്കുമ്പോൾ 27%-ലധികം വരുന്ന OBC വിഭാഗങ്ങൾക്ക് സംവരണം, അതിലെല്ലാവരും വരുന്നില്ല എങ്കിലും 80% വരുന്ന രാജ്യത്തെ വിപുലമായിട്ടുള്ള OBC കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ് ഏറ്റവും അധികം നീതി നിഷേധിക്കപ്പെട്ട സമൂഹം. എന്നാൽ 20% വരുന്ന മുന്നോക്ക ജാതികൾ ഈ രാജ്യത്തെ, അതുപോലെ തന്നെ അധിനിവേശ ശക്തികൾ, ധനികരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, സാമ്പത്തിക വികേന്ദ്രീകരണത്തിലുള്ള പാകപ്പിഴകളൊക്കെ തന്നെ ഒരു വശത്ത് അവരെ അനീതിയിലേക്ക് നയിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇത്തരം പ്രതിസന്ധികൾക്ക് പരിഹാരം നൽകുവാൻ ഇവിടുത്തെ പിന്നോക്കാവസ്ഥയിലുള്ള സാമൂഹിക എല്ലാ ജാതി വിഭാഗങ്ങളും ഒന്നിച്ചു നിൽക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇവിടെയാണ് ഗാന്ധിയൻ ചിന്തകളുടെ പ്രസക്തി നമുക്ക് മനസ്സിലാകുന്നത്. അത് അഹിംസയിലൂടെ, നോൺ വയലൻസിലൂടെ, ഹിംസയിലൂടെ നമുക്ക് വിജയം നേടുവാനായിട്ട് സാധിക്കും. പക്ഷേ സമാധാനം നേടാൻ സാധിക്കണമെങ്കിൽ, മനുഷ്യ ഹൃദയങ്ങളെ ബന്ധിപ്പിക്കണമെങ്കിൽ രക്തച്ചൊരിച്ചിലില്ലാതെ തന്നെ അഹിംസയുടെ പാതയിലൂടെ മുന്നോട്ട് പോകുവാനാണ് ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചത്. രണ്ടാമത്, സത്യത്തിന് വേണ്ടി നിലകൊള്ളുക. ഇന്ന് പോസ്റ്റ് ട്രൂത്തിൻ്റെ വേൾഡാണ്, സത്യാനന്തര കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങളും അതിൻ്റെ അതിപ്രസരങ്ങളും വികസനങ്ങളും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയിലുള്ള നൈപുണ്യങ്ങളും ഒക്കെ ഈ സത്യത്തെ പുറകോട്ട് വലിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അസത്യമായത് സത്യമാണെന്ന രീതിയിൽ പ്രചരിപ്പിക്കുവാനായിട്ട് ഇന്നത്തെ മാധ്യമങ്ങൾ ശ്രമിക്കുകയാണ്. ഇവിടെയാണ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, അതിന് ധൈര്യം കാണിക്കുവാൻ സത്യാഗ്രഹം മുതൽ സമര പരിപാടികളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്, സർവോദയം, വെൽഫെയർ ഓഫ് ഓൾ, എല്ലാവരുടെയും ക്ഷേമം ആണ് നമ്മുടെ ലക്ഷ്യം. അത് സാധ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും OBC വിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥയിൽ നിന്നൊരു മാറ്റം വരുവാനായിട്ട് ഇടയായി തീരണം. നാലാമത് ലാളിത്യവും സാധുതയും. ലാളിത്യമാണ് ഗാന്ധിസത്തിൻ്റെ അടിസ്ഥാന ശില. ആഡംബര ചിലവുകളൊക്കെ മാറ്റിവെച്ച് ധൂർത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും പ്രൊപ്പഗണ്ടായുടെയും ഈ കാലഘട്ടങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട്
രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടെ ഇന്നത്തെ പിന്നോക്ക സമൂഹങ്ങൾ മുന്നോട്ടിറങ്ങുവാനായിട്ട് ഇടയായിത്തീരും. അധികാരത്തിൻ്റെ വിഷയം വരുമ്പോൾ അധികാരത്തിൻ്റെ അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്ന സഭകൾ, അത് പാർലമെൻ്റ് ആയിക്കൊള്ളട്ടെ, നിയമസഭ ആയിക്കൊള്ളട്ടെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിക്കോട്ടെ, അവിടെയൊക്കെയും OBC കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. അവരുടെ വോട്ടുകളിലോടും അവരുടെ പിന്നണിയിലുമാണ് അവർ അധികാരത്തിൽ വരുന്നെങ്കിലും അത് മറന്നു പോകുന്ന ഒരു സാഹചര്യം ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട്. മാറി മാറി വരുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതേ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മളിൽ എത്ര പേരുണ്ട് ഈ ഭരണസിരാ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്ന സഭകളിൽ? അത് നമ്മൾ ബോധ്യവാന്മാരാകണം. നിങ്ങളുടെ കയ്യിലാണ് അധികാരം ഇരിക്കുന്നത്. ആ അധികാരം ഉപയോഗിക്കുവാൻ തക്ക സമയത്ത് നിങ്ങൾക്കത് സാധിക്കണം. അതുപോലെ തന്നെ സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതി നമ്മൾക്കെല്ലാവർക്കും ജീവിക്കുവാനുള്ള സാഹചര്യമുണ്ട്. നമുക്കെല്ലാം അവകാശങ്ങളുണ്ട്. ഈ ലോകത്ത് ജീവിക്കുവാനുള്ള അവകാശം നമുക്ക് തന്നിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ മൂല്യധനങ്ങൾ, ഈ റിസോഴ്സസുകളൊക്കെ തെറ്റായ രീതിയിൽ വികേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. പല പഞ്ചവത്സര പദ്ധതികളും പലതരത്തിലുള്ള പദ്ധതികളും ഇന്ന് ഗവൺമെൻറ് നടപ്പിലാക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും സാമൂഹ്യ നീതി ഉറപ്പാകുന്നില്ല. ഈ വികസനം എല്ലായിടത്തും എത്തുന്നില്ല. ധനത്തിൻ്റെ 90%, 10% വരുന്ന മേലാളന്മാർ അത് കൈയടക്കി വച്ചിരിക്കുകയാണ്. ദരിദ്രർ എപ്പോഴും ദരിദ്രരായി തീരുകയും പണക്കാരെപ്പോഴും പണക്കാരായി തീരുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ റിസോഴ്സസുകൾ, നമ്മുടെ ധനസമ്പത്തുകൾ എല്ലാം ഈക്വലി ഷെയർ ചെയ്യുവാനുള്ള അധികാരം നമ്മളുണ്ട്. നമ്മുടെ ധനങ്ങൾ എല്ലാം മറ്റുള്ളവർ വിനിയോഗിക്കുകയാണ്. നമ്മൾ കൊടുക്കുന്ന നികുതി പോലും സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽപ്പെട്ടവർ മാത്രം വിനിയോഗിക്കുവാൻ വേണ്ടി അവകാശപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുവാൻ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. ഇതൊരു ബോധവൽക്കരണത്തിൻ്റെ ദിനമായിക്കൊള്ളട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടുത്തെ എല്ലാ പ്രവർത്തകരെയും ഞാൻ അഭിമാനത്തോടും അതുപോലെ അതിലേറെ ഐക്യദാർഢ്യത്തോടും നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.